ചിലപ്പോഴൊക്കെ അങ്ങനെയാണ്. അപ്രതീക്ഷിതമായ ചില അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് മൂശാക്കാലം 2-ാം ഞായർ. ഇന്നത്തെ വായനകളെല്ലാം വിരൽ ചൂണ്ടുന്നത് ദൈവത്തിൻ്റെ ഇടപെടലിനെ കുറിച്ചാണ്. ദൈവിക നിയമങ്ങൾക്ക് വില കൽപ്പിച്ച് ജീവിക്കുമ്പോഴുണ്ടാകുന്ന ദൈവിക ഇടപെടൽ. നിയമാവർത്തന പുസ്തകം 11-ാം അധ്യായം 26 മുതൽ 32 വരെ നാം വായിക്കുന്നു. അനുഗ്രഹവും ശാപവും നിന്റെ മുമ്പിലുണ്ട്, തീരുമാനം നിന്റേതാണ്. കൽപ്പനകൾ പാലിച്ചാൽ നീ അനുഗ്രഹം പ്രാപിക്കും. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള 2-ാം വായനയിൽ വചനഭാഗം അടിവരയിട്ട് പറയുകയാണ്, കർത്താവാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 16 മുതൽ 26 വരെയുള്ള ഭാഗത്ത് വിശുദ്ധ പൗലോസ്ലിഹ ഗലാത്യക്കാർക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. നിങ്ങൾ ആത്മാവിൻ്റെ പ്രേരണയ്ക്കനുസരിച്ച് വ്യാപരിക്കണം, ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. അതായത് ആത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം എന്നീ ദൈവിക മൂല്യങ്ങളിൽ ജീവിക്കണമെന്ന് ചുരുക്കം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 41 മുതൽ 56 വരെയാണ് ഇന്ന് നാം ധ്യാനിക്കുന്ന സുവിശേഷ ഭാഗം. സിനഗോഗ് അധികാരിയായ ജായിറോസിന്റെ മകളെ സുഖപ്പെടുത്തുവാൻ പോകുന്ന വഴിയിൽ രക്തസ്രാവക്കാരിയായ സ്ത്രീ ഈശോയുടെ വസ്ത്രത്തിന്റെ വിളുമ്പിൽ സ്പർശിക്കുന്നതും അവൾ സൗഖ്യം പ്രാപിക്കുന്നതുമാണ് ഇന്നത്തെ വചനഭാഗം. പ്രത്യക്ഷത്തിൽ ഈ 2 സംഭവങ്ങളും തമ്മിൽ ബന്ധമില്ലെന്ന് തോന്നുമെങ്കിലും 2 അനുഭവങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ സംഭവങ്ങളിലെ കഥാപാത്രങ്ങൾ തമ്മിൽ 3 സാമ്യങ്ങളാണ്. ഒന്നാമതായി, ഈ 2 വ്യക്തികളും സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നവരാണ്. ഒരാൾ രോഗത്തിൽ നിന്നും മറ്റേയാൾ മരണത്തിൽ നിന്നും. രണ്ടാമത്തെ സാമ്യം എന്നത് 12 എന്ന് പറയുന്ന സംഖ്യയാണ്. 12 വർഷം രക്തസ്രാവം അനുഭവിച്ച ഒരു വ്യക്തിയും അടുത്തത് 12 വയസ്സുള്ള ഒരു കുട്ടിയുമാണ് ഇതിലെ കഥാപാത്രങ്ങൾ. ഈശോയുടെ സൗഖ്യം ലഭിച്ച ഈ 2 വ്യക്തികളും സ്ത്രീകളാണ് എന്നതാണ് മൂന്നാമത്തെ സാമ്യം. യഹൂദ പാരമ്പര്യമനുസരിച്ച് രക്തസ്രാവക്കാരിയായ ഒരാൾ സ്പർശിക്കുന്നതും മരിച്ച വ്യക്തിയെ സ്പർശിക്കുന്നതും അശുദ്ധി വരുത്തുന്ന കാരണങ്ങളാണ്. എന്നാൽ ഇവ വകവയ്ക്കാതെയാണ് ഈശോ 2 പേരെയും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നത്. വ്യക്തികൾക്കും പാരമ്പര്യങ്ങൾക്കും മുകളിൽ ഈശോ വിശ്വാസത്തിന് വില കൽപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഈ സുവിശേഷ ഭാഗം വായിച്ച് ധ്യാനിക്കുമ്പോൾ ഈശോ നമുക്ക് നൽകുന്ന 3 ചിന്തകളുണ്ട്. ഒന്നാമതായി, മോശയുടെ നിയമമനുസരിച്ച് രക്തസ്രാവക്കാരിയായ സ്ത്രീ അശുദ്ധയായിരുന്നു എന്നത് മാത്രമല്ല, സമൂഹ മധ്യത്തിൽ പ്രത്യക്ഷപ്പെടാൻ അർഹതയില്ലാത്തവളുമായിരുന്നു എന്ന് ലേവ്യരുടെ പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്. ഇവിടെ ഈശോ ആദ്യം അവളുടെ രോഗം സുഖപ്പെടുത്തുന്നു. സമൂഹത്തിലേക്കുള്ള അവളുടെ തിരിച്ചുവരവ് എളുപ്പമാക്കുവാൻ രോഗശാന്തി പരസ്യമാക്കുന്നു. ഈശോയുടെ ചുറ്റും ജനം തിക്കിത്തിരക്കിയിട്ടും ഈശോ ചോദിക്കുകയാണ്, ആരാണ് എന്നെ സ്പർശിച്ചത്? അപ്പോൾ പത്രോസ് വളരെ സ്വാഭാവികമായിട്ട് ഉത്തരം പറയുകയാണ്, ഗുരു, ജനം ചുറ്റും കൂട്ടി നിന്നെ തിക്കുകയാണല്ലോ. അപ്പോൾ ഈശോ പറയുന്നു, ആരോ എന്നെ സ്പർശിച്ചിരിക്കുന്നു, എന്നിൽ നിന്ന് ശക്തി നിർഗമിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഈശോ അവൾക്ക് രോഗശാന്തി നൽകുന്നു. ഒപ്പം അവൾക്ക് നഷ്ടപ്പെട്ട സോഷ്യൽ സ്റ്റാറ്റസ് കൂടി തിരികെ കൊടുക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, പണ്ടെങ്ങോ പറ്റിയ ഒരു തെറ്റിൻ്റെ പേരിൽ ഇപ്പോഴും യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റാത്ത വ്യക്തികൾ നമ്മുടെ വീട്ടിലോ സമൂഹത്തിലോ ഉണ്ടോ? ജോലി നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ, സാമ്പത്തികം നഷ്ടപ്പെടുത്തിയതിൻ്റെ പേരിൽ, ചില പ്രത്യേക സാഹചര്യത്തിൽ കലഹങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ പേരിൽ, അതുമല്ലെങ്കിൽ നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് പെരുമാറാത്തതിൻ്റെ പേരിൽ ആരെയെങ്കിലും നാം മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അവരെ സാധാരണ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തണമെന്ന് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. വിശ്വസിക്കുവാൻ നീ തയ്യാറാണോ എങ്കിൽ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കുമെന്നതാണ് സുവിശേഷം നൽകുന്ന 2ാമത്തെ മനോഹരമായ ചിന്ത. രക്തസ്രാവക്കാരിയായ സ്ത്രീയുടെയും ജായിറോസിൻ്റെയും വിശ്വാസം അസാധാരണമായിരുന്നു.
അസാധാരണമായ വിശ്വാസത്തിൽ അത്ഭുതം സംഭവിക്കുന്നു. സുവിശേഷം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചിന്തയും ഇതുതന്നെയാണ്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 40-ാം വാക്യത്തിൽ നാം കാണുന്നു, ഈശോ മർത്തായോട് പറയുകയാണ്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുമെന്ന് നിന്നോട് ഞാൻ പറഞ്ഞില്ലേ. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാം സംഭവിക്കുമ്പോൾ മാത്രം ഉണ്ടാകേണ്ടതല്ല വിശ്വാസം. മറിച്ച് നിന്റെ പ്രതീക്ഷകൾക്ക് വിപരീതമായി സംഭവിക്കുമ്പോഴും വിശ്വസിക്കുവാൻ നീ തയ്യാറാണോ? എങ്കിൽ അത്ഭുതം സംഭവിക്കും. മൂന്നാമത്തെ ചിന്ത, എത്ര വൈകിയാലും ദൈവം ഇടപെടും എന്നുള്ളതാണ്. 12 വർഷങ്ങൾ നിസ്സാരമായിരുന്നില്ല. രക്തസ്രാവക്കാരിയായ സ്ത്രീ 12 വർഷത്തോളം തൻ്റെ സമ്പത്തും സമയവും രോഗശാന്തിക്കായി മാറ്റിവെച്ചിട്ടും ഒന്നും സംഭവിച്ചില്ല. എന്നാൽ പ്രത്യാശയോടെ വിശ്വാസത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ അണഞ്ഞപ്പോൾ ഈശോ ഇടപെടുന്നു. സ്നേഹം നിറഞ്ഞവരെ, ഒരുപക്ഷെ വർഷങ്ങളോളം അസ്വസ്ഥതകളും പേറി നടക്കുന്നവരായിരിക്കാം നമ്മൾ. ജീവിത പങ്കാളിയുടെ മദ്യപാനം, മറ്റുള്ളവർ എന്നെ മനസ്സിലാക്കാത്ത അവസ്ഥ, കുടുംബസമാധാനം നഷ്ടപ്പെട്ട അവസ്ഥ, രോഗത്തിൻ്റെ അസ്വസ്ഥതകൾ. സങ്കടപ്പെടേണ്ട, ദൈവം ഇടപെടും. പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ കാത്തിരിക്കുക. ദൈവം തീർച്ചയായും ഇടപെടും. ആമേൻ.